ഹായ്, എൻ്റെ പേര് ആതിര. ഞാൻ PWDയിൽ റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എറണാകുളത്താണ് എൻ്റെ വീട്. ഞാൻ 2019 ബിടെക് പാസ് ഔട്ട് ആയത്. അതിനുശേഷം നമുക്ക് ഒരു ഗവൺമെന്റ് ജോലിനെ കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഏതൊരു കുട്ടിയും പോലെ ഞാൻ പ്രൈവറ്റിൽ ഇങ്ങനെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വഴി അവരുടെ ഓഫീസിൽ കുറെ കുട്ടികളൊക്കെ ബിടെക് പാസ് ഔട്ട് ആയ സിവിൽ പാസ് ഔട്ട് ആയ കുട്ടികൾ ഇങ്ങനെ കോച്ചിങ്ങിന് പോയി ജോലിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ആലുവയിൽ, ഹോളിമാത എന്ന് പറഞ്ഞിട്ട്, അവിടെ പോയി ചേർന്നുകൂടെയും ചോദിച്ചു. അപ്പോൾ അങ്ങനെ അച്ഛൻ എന്നെ കൊണ്ടേയാക്കി. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമേ തന്നെ PSC ജോലിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ പോയി ജസ്റ്റ് ചേർന്നു. അപ്പൊ ഞാൻ ആദ്യമേ സൺഡേ ക്ലാസ്സിലാണ് പോയി ചേർന്നത്. അപ്പൊ ഞാൻ ഓർത്തു ഇതൊക്കെ നമുക്ക് PSC നമുക്ക് ശരിയാണോ ഇതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാഷ്വലായിട്ട് ഞായറാഴ്ച ആയിക്കോട്ടെ, വെറുതെ ഇരിക്കണ്ടല്ലോ, അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് പ്രൈവറ്റ് ജോലി നോക്കാം എന്നുള്ള ഇതിൽ തന്നെ ഞായറാഴ്ചയാണ് ഞാൻ ആദ്യം ക്ലാസ്സിൽ പോയി ചേർന്നത്. അപ്പൊ അവിടെ കുറെ കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ സാധാ പോലെ സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ക്ലാസ്സിലൊക്കെ കയറി. അവിടെ നല്ല ക്ലാസ്സുകളായിരുന്നു. അപ്പൊ അതിന് നോട്ടുകളൊക്കെ എഴുതി അങ്ങനെ പോയി. അപ്പൊ ആ സമയത്ത് എക്സാം ഒന്നും ഉണ്ടായില്ല. ഞാനൊരു ഡിസംബർ ആ ഒരു കാലഘട്ടത്തിലാണ് പിന്നെ എക്സാം വിളിച്ചത്. അപ്പൊ എക്സാം വിളിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് ഒക്കെ മനസ്സിലായത്. പിന്നെ അപ്പത്തേക്കും സാറ്, എനിക്ക് തോന്നുന്നത് ഇറിഗേഷൻ എയ്ഡ് എക്സാം ആണ് ആദ്യമേ ഞാൻ വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ സാറ് അവിടെ മോർണിംഗ് ക്ലാസ്സുകളൊക്കെ വെച്ചു. ഞാനും ജസ്റ്റ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ സൺഡേ ക്ലാസ്സിന് കഴിഞ്ഞ് ഞാൻ മോർണിംഗ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഇത് കുറേ കൂടെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ് എന്നുള്ളത് മനസ്സിലായിട്ട് ഞാൻ പിന്നെ റെഗുലർ ആയിട്ട് പ്രൈവറ്റ് ജോലിക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ റെഗുലർ ആയിട്ട് അവിടെ ക്ലാസ്സിൽ പോയി ചേർന്നു. അപ്പൊ ആലുവയില് അവിടെ മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ റെഗുലർ ക്ലാസ് ഉച്ചവരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് പഠിക്കാം. അങ്ങനെ അപ്പോൾ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒപ്പം ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ഒക്കെ ജോയിൻ ചെയ്തു. അങ്ങനെ വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു സാറിന്റെ. എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമുക്കൊരു ഡിമോട്ടിവേഷൻ ഒക്കെ തോന്നില്ല, നമുക്ക് ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ ഓർക്കുമ്പോൾ. പക്ഷെ അവിടെയുള്ള പല കുട്ടികളുടെയും അവര് ഓരോരോ ലിസ്റ്റിൽ വന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായിരുന്നു. കാരണം അവരും നമ്മളെപ്പോലെ തന്നെ പഠിക്കുന്നവര്, പക്ഷെ അവരും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ജോലിക്ക് കയറി കുറെ ലിസ്റ്റിലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ഇത് നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. നമുക്കും കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വന്നു തുടങ്ങിയത്. അങ്ങനെ 2-3 എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി തുടങ്ങിയത്. അങ്ങനെ അറ്റൻഡ് ചെയ്തു, എക്സാമുകൾ അറ്റൻഡ് ചെയ്തു. അതിനൊന്നും ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. കട്ട് ഓഫിലൊക്കെ വളരെ താഴെയായിരുന്നു മാർക്കുകളൊക്കെ. പക്ഷെ പിന്നീട് നമ്മൾ അതിന്റെ ഒരു ട്രാക്ക് നമുക്ക് സാറ് പറഞ്ഞു തരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ എങ്ങനെ പഠിച്ചാൽ നമുക്ക് ജോലിക്ക് കയറാം എന്നുള്ളൊരിത് മനസ്സിലായത്. അങ്ങനെ ഒരു 6 മാസത്തോളം നമ്മൾ അവിടെ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കൊറോണ വന്നു. അപ്പൊ പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളാക്കി. ഓൺലൈൻ ക്ലാസ്സിൽ അത് ഞാൻ ഓർത്തു, ഓഫ്ലൈൻ ക്ലാസ്സിലാണല്ലോ പകുതി പേര് ഉണ്ടാവുക. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ എത്രത്തോളം എഫക്റ്റീവ് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഓൺലൈൻ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സാറ് സൂമിലൊക്കെ മീറ്റിംഗ് വെക്കുമ്പോൾ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു, പാർട്ടിസിപ്പൻസ് തന്നെ അധികമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു നമ്മൾ മാത്രമല്ല, ഒത്തിരി പേര് അതിനുവേണ്ടി വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണ്ടേ. അങ്ങനെ മറ്റുള്ളവർ പഠിക്കുന്ന കണ്ടിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അല്ലാതെ എനിക്കായിട്ട് അങ്ങനെ സ്വന്തമായിട്ട് ഒരു ജോലി വാങ്ങിക്കണം അങ്ങനെ ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ വന്നതിന് ശേഷം പലരും പഠിക്കണ കണ്ടിട്ടാണ് എനിക്കൊരു മോട്ടിവേഷൻ വന്നു തുടങ്ങിയത്. അങ്ങനെ നമ്മൾ പഠിച്ചു. പിന്നെ 1-2 ലിസ്റ്റ് കയറി തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങിയത്. അതിനുശേഷം പിന്നെ നമ്മൾ നല്ലപോലെ പഠിച്ചു തുടങ്ങി. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ഒക്കെ ഉണ്ടായിരുന്നു. സാറിന്റെ സൂമിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യണ പോരാതെ നമ്മൾ കുറച്ചു പേരൊക്കെ കമ്പൈൻ സ്റ്റഡി തുടങ്ങണമെന്ന് സാറ് പറഞ്ഞു. അതിനനുസരിച്ച് നമ്മൾ കമ്പൈൻ സ്റ്റഡി തുടങ്ങി. അത് ഈ പറഞ്ഞ പോലെ വെളുപ്പിന് 5 മണിക്ക് കഴിഞ്ഞിട്ടായിരുന്നു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ എഫക്റ്റീവ് ആയിട്ട് പഠിച്ചു. ഒടുവിൽ ഇപ്പോൾ 3rd ഗ്രേഡ് ആയിട്ട് ഒരു ജോലി കിട്ടിയായിരുന്നു ഓവർസിയർ ആയിട്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ചൊരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 2nd ഗ്രേഡിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ അതിലും ജോലി കിട്ടി. അങ്ങനെ വളരെ നന്നായിട്ട് ഇപ്പോൾ ജോലിക്കൊക്കെ പോകണം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമുക്ക് നല്ലപോലെ നമ്മൾ ചിലപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരിക്കും, പക്ഷെ അല്ലെങ്കിൽ ചിലപ്പോൾ ബിലോ ആവറേജ് ആയിരിക്കും. പക്ഷെ നമുക്കൊരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, ഇപ്പൊ സാറിനെ പോലെ നല്ലപോലെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് പോലും നിങ്ങളെ അത്ര മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും നമുക്ക് എവിടെന്നെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ, നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ജോലി കിട്ടും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഇങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് തന്നെ നോക്കിയ ആളല്ല, നമുക്കൊരു ടൈം പാസിന് വേണ്ടിയിട്ട് അവിടെ പോയി ചേർന്നതാണ്. പക്ഷെ അത് വെച്ച് തന്നെ ജോലിക്ക് കയറി എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലിക്ക് കയറും. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.